സംസ്ഥാനത്ത് PM ശ്രീ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പദ്ധതി നടപ്പിലാക്കാൻ ഒരു ബാധ്യതയും UDF സർക്കാരിനില്ല. എന്നിട്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളുടെ പേരുള്ള നിരവധി സ്കൂളുകൾ ഉണ്ട്. അവയുടെ കൂടെ PM ശ്രീ എന്ന് ചേർക്കുന്നതിൽ ലീഗിന്റെ അഭിപ്രായം എന്താണെന്നും സഞ്ജീവ് ചോദിച്ചു. SFI എന്തായാലും അത് തടയും. കാരണം PM ശ്രീ നടപ്പിലാക്കിയാൽ സംഘപരിവാർ ബോധ്യങ്ങൾ അടിസ്ഥാനമായുള്ള പാഠങ്ങൾ പഠിക്കേണ്ടി വരുമെന്നും സഞ്ജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റായിട്ടുള്ള PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി UDF ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് SFIക്ക് പറയാനുള്ളത്, യാതൊരു കാരണവശാലും PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കരുത്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധ്യത്തിൻ്റെയും കേരളത്തിൻ്റെ ജനാധിപത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പുണ്യപുരാതനമായ സംഘപരിവാർ കാഴ്ചപ്പാടുകൾക്ക് അടിയറവ് വെക്കുന്ന വിധത്തിലേക്ക് RSS ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിനും ഒരു പൗരസങ്കല്പത്തിനും കേരളത്തിലെ മതനിരപേക്ഷ യുവതയെ വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കാൻ അനുവദിക്കാൻ കഴിയില്ലെന്നും യാതൊരു കാരണവശാലും PM ശ്രീയെ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ SFI അനുവദിക്കില്ല എന്ന് പറയാൻ കൂടിയാണ് ഇന്നിവിടെ മാധ്യമങ്ങളെ പ്രത്യേകമായി വിളിച്ചിരിക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ MOUമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ MOU ഫ്രീസ് ചെയ്തുകൊണ്ട് സർക്കാർ PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങി സർവശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപെടലിനെ തുടർന്നുണ്ടായ ഘട്ടത്തിൽ കേരളത്തിൽ സംഘപരിവാറിന് അനുകൂലമായ നിലപാട് ഇടതുപക്ഷം എടുക്കുന്നു എന്നാരോപിച്ചും PM ശ്രീ ചവറ്റുകുട്ടയിലും അറബിക്കടലിലും വലിച്ചെറിയും UDF അധികാരത്തിൽ വന്നാൽ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മുന്നണിയും രാഷ്ട്രീയ പാർട്ടികളുമാണ്. അതിൻ്റെ നേതാക്കന്മാർ മന്ത്രിമാരായി ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് PM ശ്രീ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഫ്രീസ് ചെയ്യപ്പെട്ടൊരു പദ്ധതി, നടപ്പിലാക്കാത്തൊരു പദ്ധതി, യാതൊരുവിധ ഭരണഘടനാ ബൈൻഡിങ്ങുമില്ലാതെ, ഒരു നിയമക്കുരുക്കുമില്ലാതെ നടപ്പിലാക്കാൻ യാതൊരുവിധ ബാധ്യസ്ഥതയും UDFന് ഇല്ലെന്നിരിക്കെ ഈ കേരളത്തിലെ സ്കൂളുകളെ സംഘപരിവാറിന്, പൊതുവിദ്യാഭ്യാസത്തെ സംഘപരിവാറിന് എഴുതി കൊടുക്കുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. UDF സർക്കാരിനോട് പറയാനുള്ളത്, ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്കൂളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്കൂളുകളിൽ പേരുമാറ്റവും ഈ പറഞ്ഞ പെയിൻറ്റുമാറ്റവുമായി നിങ്ങൾ വരികയാണെങ്കിൽ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളത് തടയും എന്നുള്ളതാണ്. SFI നേരിട്ടിറങ്ങി അതിനെ തടയും. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളെ ഞങ്ങൾ നേരിട്ടിറങ്ങി തടയും എന്ന് തന്നെയാണ് പറയാനുള്ളത്.